ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാണ്ടാസ് ഫെസ്റ്റിവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിൽ വെക്കാൻ പറ്റുന്ന ഒരു CCTV ക്യാമറ എന്നൊക്കെ പറയും. നമുക്ക് ഒരു കാറിൻ്റെ ഫ്രണ്ടും ബാക്ക് സൈഡിലും എന്താ നടക്കുന്നതെന്നുള്ള ലൈവായിട്ട് കാണാൻ പറ്റുന്ന റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ക്യാമറയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമുക്ക് ഒരുപാട് റോഡ് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ് തെറ്റ് എന്നൊക്കെയുള്ള നമുക്ക് വഴിയിലിടുന്ന അടിപിടിക്കാതെ തന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് പ്രൂഫായിട്ട് കാണിക്കാൻ പറ്റും. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നമ്മളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ്. ലിങ്ക് തരാം നമ്മൾ. നമ്മളായിട്ട് ഇങ്ങോട്ട് എടുത്തുപോവാണ്. ഡുവൽ ലെൻസ് കാർ ലോഗ് ബ്ലാക്ക് ബോക്സ് സൂപ്പർ HD 1296p എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 2 ക്യാമറ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമുക്കിത് HD വീഡിയോ ആണ്, ഹൈ ഡെഫിനിഷൻ വീഡിയോ ആണ്. 4 ഇഞ്ചാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. 170 ഡിഗ്രി വൈഡ് ആംഗിളിൽ നമുക്ക് മറ്റേ വ്യൂ കിട്ടും. അതുപോലെ റിയർ വ്യൂ ഉണ്ട്, ലൂപ്പ് റെക്കോർഡിംഗ്, അത് ഫ്രണ്ടും ബാക്ക് ക്യാമറയും കൂടെ റെക്കോർഡിംഗ് ആണ്. സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട്, G സെൻസർ. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഒരു ബോക്സ്, മനോഹരമായൊരു ബോക്സ്. ഇതായിരിക്കും നമ്മുടെ പ്രധാന കക്ഷി. ഇതാണ് നമ്മുടെ പ്രധാന യൂണിറ്റ്. നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്ന ക്യാമറയാണിത്. ഇതിൽ തന്നെ ഒരു ഡിസ്പ്ലേ യൂണിറ്റും ഉണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് വരുന്നത്. ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ക്യാമറ. 170 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസാണിത്. 12 MP ക്യാമറയാണിത്. ഇനി ബാക്കി എന്തൊക്കെ സംഭവമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളതെന്ന് നോക്കാം. നമ്മളിതാ ഈ ബോക്സ്, ഈ സംഭവം നമ്മൾ എടുത്ത് മാറ്റുവാണ്. നമ്മൾ ആദ്യം കാണിച്ച ക്യാമറയുടെ മൗണ്ടാണിത്. ഇത് വെച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതാണ് നമ്മൾ അത് ആ ലെൻസിൽ പിടിപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക്. അതിനുശേഷം നമുക്ക് വലിയൊരു യൂണിറ്റ് ഉണ്ട്. ഈ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പവർ അഡാപ്റ്റർ നമ്മളിതിൽ കുത്തിയിട്ടാണ് ഇതിൻ്റെ പവർ ആ യൂണിറ്റിലേക്ക് കൊടുക്കുന്നത്, മെയിൻ ലെൻസിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ കാണിച്ചു തരാം അതും. പിന്നെ ഇതാ വരുന്നതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, റിയർ ക്യാമറ ഉണ്ട്. അതായത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ വെക്കണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിക്കിയുടെ താഴത്തായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. കടയിൽ കൊടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യണം. പക്ഷേ ഇത് നമുക്ക് ലൈവായിട്ട് നമ്മൾ കാണിച്ചു തരാം എന്താ ചെയ്യണേ എന്നുള്ളത്. ഇതിൽ റൂപ്പ് റെക്കോർഡിംഗ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിൻ്റെ കേബിൾ നമ്മളിതെങ്ങനെ കണക്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കിയാൽ യൂണിറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് 32 GB വരെയുള്ള മെമ്മറി കാർഡാണ്. അതും ക്ലാസ് 10 ടൈപ്പാണ്. ക്ലാസ് 10 ടൈപ്പ് A1 എന്ന് പറഞ്ഞ ഒരു ഇതാണ്. 32 GB വരെ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇടേണ്ടത് ഇതിൻ്റെ ഈ ക്യാമറ യൂണിറ്റിൻ്റെ മുകളിലായിട്ട് ഒരു നോച്ച് ഉണ്ട്, ഇങ്ങനൊരു ഹോളുണ്ട്. തിരിച്ചാവുന്നു. ഓക്കെ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഇതിപ്പോൾ ഇതിലെഴുതായി. ഓക്കെ, ഫിറ്റായി. അപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി 1 മിനിറ്റ്, ഓരോ മിനിറ്റ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഓരോ മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ആ മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് ആ 32 GB ഫില്ലാകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി പഴയ റെക്കോർഡ് ഫയൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഇൻ കേസ് നമുക്കൊരു ആക്സിഡൻറ്റ്, ഒരു പർട്ടിക്കുലർ ഡെസിബലിൽ കൂടുതലുള്ളൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ബ്രേക്കിംഗ് സംഭവം സംഭവിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സെൻസറുണ്ട്, G സെൻസറുണ്ട്. ആ സെൻസർ അത് സെൻസ് ചെയ്തിട്ട് ആ വീഡിയോനെ എപ്പോഴും അത് റെക്കോർഡ് ചെയ്ത് വെക്കും. ആൻഡ് ആ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഡിലീറ്റ് ആവില്ല. നമ്മൾ മാനുവലി പിന്നീട് ഡിലീറ്റ് ചെയ്താൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. ഓക്കെ, നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യണം നോക്കാം. നമ്മുടെ ഈ മൗണ്ട് ഉണ്ടല്ലോ, ഈ ഫിറ്റ് ചെയ്യുന്ന മൗണ്ട്, ഇതിൻ്റെ മുകളിലായിട്ട് ഈ ലെൻസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹോൾഡറുണ്ട്. നമ്മൾ സാധാരണ തിരിക്കുന്ന പോലെ നമ്മൾ തിരിച്ചു കൊടുക്കാം. സ്ട്രൈറ്റായിട്ട് പിടിച്ചിട്ട് തിരിച്ച് കയറ്റുക. അങ്ങനെ ടൈറ്റാക്കി വെക്കണം നമ്മൾ. ഓക്കെ, ഒരുപാട് ടൈറ്റാക്കരുത്, പ്ലാസ്റ്റിക്കാണ് ഒടിഞ്ഞു പോരും. ഓക്കെ, എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്യുക. പിന്നെ ഈ കാണുന്ന ഒരു സ്ക്രൂ നട്ട് പോലത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിൻഡോയുടെ ഈ ഗ്ലാസിൻ്റെ
നമ്മുടെ മെയിൻ വിൻഡോയുടെ അടിയിലായിട്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇതാ ഈ നോബുണ്ടല്ലോ, ഈ നോബ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അത് ടൈറ്റായിട്ട് ഫിറ്റ് ആയിട്ടിരുന്നോളൂ. ഇനി ഇതുണ്ടോ ഈ ആംഗിൾ ഇവിടെ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് മുറുക്കണമെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പവർ യൂണിറ്റ്, പവർ സപ്ലൈ ഇതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പവർ കേബിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ നോബ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹോളുണ്ട് ഇത് കുത്താനുള്ള, അതിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമില്ല. ജസ്റ്റ് ഇത് പിന്നീട് ആയിപ്പോയിന്നേ ഉള്ളൂ. ആക്ച്വലി കണക്ട് ചെയ്യുന്നതിന് മുമ്പ് എത്തിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. പിന്നെ പവർ കേബിൾ ഇത് ജസ്റ്റ് ഞങ്ങൾ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ഈ കേബിളിൻ്റെ ഇടക്കൂടെ നമുക്ക് ഡാഷിൻ്റെ ഇടക്കൂടെയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അത് നമ്മുടെ പവർ യൂണിറ്റിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ പവർ സപ്ലൈ കൊടുത്തു, ക്യാമറ മൗണ്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് നമുക്ക് 5 ബട്ടൺസ് ഉണ്ട്. ഉണ്ടോ, മോഡ്, അപ്പ്, ഓക്കെ, ഡൗൺ, മെനു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട് സ്വിച്ച് ഓൺ ചെയ്യാനുള്ള സെൻട്രലായിട്ട്. മൊത്തം 5 ബട്ടണാണ് ഈ സൈഡിലുള്ളത്. 1 2 5 അതെ 5 ബട്ടണാണുള്ളത്. അപ്പോൾ അതിൽ സൈഡിൽ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്, ഓക്കെ എന്നുള്ള ബട്ടൺ. നമ്മുടെ ഇത് ഓണായി വരും. അതിങ്ങനെ ഓണായി വന്നിട്ടുണ്ട്, കണ്ടോ. 170 ഡിഗ്രി ആംഗിളിൽ നമുക്ക് നല്ല രീതിക്ക് വ്യൂ ഉണ്ട്. ഇത് ലൈവ് നമുക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ നമുക്ക് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. റെക്കോർഡ് ചെയ്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ ശേഷം വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഇനി ബാക്ക് ക്യാമറ കൂടെ എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ബാക്ക് ക്യാമറ യൂണിറ്റും ആക്ച്വലി ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാ നമുക്ക് ബാക്ക് ക്യാമറ യൂണിറ്റ്, നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന ബാക്ക് ക്യാമറ യൂണിറ്റ് എടുക്കുവാണ്. ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഒരു കാറിൻ്റെ ആക്സസറീസ് കടയിൽ പോയിട്ട് അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് തരും. നമുക്കിതല്ലെങ്കിൽ വയറൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണിത് വണ്ടിയിൽ ഡയറക്റ്റ് നമ്മളായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ യൂണിറ്റ് എടുക്കുക, ഈ നോബ് എടുക്കുക. ഈ നോബിൽ നമുക്ക് ഇവിടെ ഒരു നോബുണ്ട്. നമ്മൾ ഈ പ്രൈമറിയുടെ പവർ കുത്തിയതിന് തൊട്ടടുത്ത് തന്നെ ഒരു നോബുണ്ട്. ഇത് കണക്ട് ചെയ്യുക. ഇതാണ് ക്യാമറ. ഓക്കെ, നമ്മളിതാ ഇനി വീണ്ടും ഇത് ഓൺ ചെയ്യുകയാണ്. യൂണിറ്റ് ഓൺ ചെയ്യുകയാണ്. കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ 2 ഇതായിട്ട് വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആക്ച്വലി സൈഡിലൊരു വ്യൂ കാണിച്ചു തരാം. കണ്ടോ, വേറെ കാറ് പോകുന്നത്. അപ്പോൾ ഈ വ്യൂ ഇത് രണ്ടും കൂടെ എനിക്ക് ഇതിൽ റെക്കോർഡായിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലൈവ് ഡെമോ നമുക്ക് ഇതിൻ്റെ നൈറ്റ് ടൈമും ഡേ ടൈമിലൊക്കെയുള്ള വ്യൂ നമ്മൾ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ വീഡിയോയുടെ പുറകിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറേ ഇൻസിഡൻസിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഈ ക്യാമറ വാങ്ങിക്കാമെന്ന് കരുതിയത് തന്നെ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാലഭാസ്കർ, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് നാളായി. പക്ഷേ ഇപ്പോഴും നമുക്ക് അതിൽ എന്താ സംഭവിച്ച, ആക്സിഡൻറ്റ് എങ്ങനെ സംഭവിച്ചതെന്നൊന്നും ഒരു വിവരവുമില്ല അല്ലേ. അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് അദ്ദേഹത്തിൻ്റെ കാറിലുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കിട്ടിപ്പോയേനെ, നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയേനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സേഫ്റ്റി ആൻഡ് അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് ഒക്കെ കവർ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് നമ്മൾ മേടിച്ച് വെക്കുക. നമ്മളിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. നമുക്കൊരു അറൗണ്ട് 3300 റേഞ്ചിലാണ് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടിയത്, ഈ രണ്ടും കൂടെ കിട്ടിയത്.
അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലത്തെ ഒരു യൂണിറ്റ് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.